ട്രീറ്റ്മെൻറ്റ് ഓർഗനൈസർ ഗ്രേഡ് 2ൻ്റെ 11th ക്ലാസ്സാണിത്. ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻറ്റ് ടി ബിനെ കുറിച്ചാണ്. സോ ഫസ്റ്റ് എന്താണ് മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻറ്റ് ടി ബി എന്ന് നോക്കാം. MDR TB അല്ലെങ്കിൽ മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻറ്റ് ട്യൂബർക്യുലോസിസ്. So, multi-drug resistant tuberculosis is a type of TB that is resistant to at least two or one of the most powerful first-line anti-TB drugs. So, a definition കൊടുത്തിട്ടുണ്ട്. MDR TB is defined as a TB that is resistant to isoniazid and rifampicin. So, multi-drug resistant tuberculosis എന്ന് പറയുന്നത് എന്ത് തരം ട്യൂബർക്യുലോസിസ് ആണ്? നമ്മൾ ട്യൂബർക്യുലോസിനെതിരായിട്ട് കൊടുക്കുന്ന മരുന്നാണ് ഈ ഐസോനൈസൈഡും റൈഫാംപിസിനും ഒക്കെ. അപ്പം ഈ രണ്ട് മെഡിസിൻസ് റെസിസ്റ്റൻ്റ് എന്ന് വെച്ചാൽ ഈ ഒരു രണ്ട് മെഡിസിൻ കൊടുത്താലും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ടി ബി ബാക്ടീരിയ നമ്മുടെ ശരീരത്തിൽ വളരുകയാണ് ചെയ്യുന്നത്. എന്ത് ചെയ്യുന്നില്ല, അത് ഗ്രോ ചെയ്യാതിരിയാതെ നശിക്കുന്നില്ല. സോ എന്താണ്, ആ രണ്ട് ഡ്രഗ്സിനും എന്താണ്, ഈ ഒരു ടി ബി ബാക്ടീരിയ റെസിസ്റ്റൻ്റ് ആണ്. അപ്പം അതാണ് എന്ത് MDR TB എന്ന് പറയുന്നത്. അപ്പം മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻ്റ് എന്ന് പറയുന്നത് എന്താണ്, മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള ഫസ്റ്റ് ലൈൻ ആൻറ്റി ടി ബി ഡ്രഗ്സ് ആയ ഐസോനൈസൈഡും റൈഫാംപിസിനും റെസിസ്റ്റൻസ് കാണിക്കുന്ന ടി ബിനെ പറയുന്ന പേരാണ് എന്ത്, മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻറ്റ് ടി ബി എന്ന് പറയുന്നത്. ഇനി ഈ മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻറ്റ് ടി ബി വരാനുള്ള കാരണം എന്തൊക്കെയാണ്, ഇതിൻ്റെ കോസസ് എന്തൊക്കെയാണെന്ന് പറയുന്നത്. MDR TB is caused by the misuse or mismanagement of anti-TB drugs, including inadequate treatment regimens, poor adherence to treatment, inadequate drug supply and lack of proper TB control measures. So ഇത്രയാണ് MDR TB വരാനുള്ള കാരണങ്ങളെന്ന് പറയുന്നത്. കോസസിൽ ഫസ്റ്റ് പറയുന്നത് എന്താണ്, ട്രീറ്റ്മെൻറ്റ് റെഗിമെൻറ്റ്സ് അഡീക്വേറ്റ് ആയിട്ട് കൊടുക്കാതിരിക്കുക, അതുപോലെ പുവർ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക, പിന്നെ അതുപോലെ തന്നെ ഡ്രഗ് സപ്ലൈ, നമ്മുടെ മരുന്നുകൾക്കൊക്കെ വേണ്ട സമയത്ത് അതിൻ്റെ സപ്ലൈ ഒന്നും നടക്കാതിരിക്കുക, അതുവഴി എന്ത് ചെയ്യുക, ഈ പേഷ്യൻസിനൊന്നും ഈ ട്രീറ്റ്മെൻറ്റ് നന്നായിട്ട് നടക്കാതിരിക്കുന്ന ആ ഒരു അവസ്ഥയിൽ, അതുപോലെ തന്നെ പ്രോപ്പറായിട്ടുള്ള TB കൺട്രോൾ മെഷേഴ്സ് അഡോപ്റ്റ് ചെയ്യാതിരിക്കുന്നതുകൊണ്ട്, ഈ കാരണങ്ങൾ കൊണ്ടാണ് എന്ത് നമുക്ക് മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻറ്റ് TB വരാനുള്ള മെയിൻ കോസസ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ സിംറ്റംസ് ആണ്. സിംറ്റംസ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ സാധാ TBയുടെ സെയിം ഒരു സിംറ്റംസ് ആയിരിക്കും ഈ MDR TBക്കും ഉണ്ടാകുന്നത്. അപ്പം അതിൽ ഏതൊക്കെയാണ്, കഫിങ്, ചെസ്റ്റ് പെയിൻ, കഫിങ് അപ്പ് ബ്ലഡ്, ഫാറ്റിഗ്, വെയിറ്റ് ലോസ്, ഫീവർ ആൻഡ് നൈറ്റ് സ്വെറ്റ്സ്. ഇപ്പോൾ ഇത്രയാണ് നമ്മുടെ സാധാരണ റെഗുലർ ആയിട്ടുള്ള നമ്മുടെ നോർമൽ TBയുടെ സിംറ്റംസും. അതുപോലെ തന്നെ MDR TBയുടെ സിംറ്റംസും എന്താണ്, സെയിം തന്നെയാണ്. ഇനി ഈ MDR TBയുടെ ഡയഗ്നോസിസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമ്മൾ സ്പ്യൂട്ടം സ്മിയർ മൈക്രോസ്കോപ്പി, പിന്നെ കൾച്ചർ DST, അതുപോലെ തന്നെ മോളിക്കുലർ ടെസ്റ്റ്, ഇതിനെപ്പറ്റിയൊക്കെ നമ്മൾ മുൻപത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. അപ്പം ഇതിൽ ഏതൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, നമ്മുടെ മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻറ്റ് TB ആണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സ്പ്യൂട്ടം സ്മിയർ മൈക്രോസ്കോപ്പി, കൾച്ചർ ആൻഡ് ഡ്രഗ് സസ്പെക്റ്റബിലിറ്റി ടെസ്റ്റിംഗ് ആൻഡ് മോളിക്കുലർ ടെസ്റ്റായ ജീൻ എക്സ്പെർട്ട് MTB, റൈഫാംപിസിൻ assay. അപ്പം ഈ മൂന്ന് കാര്യങ്ങളാണ്, ഈ മൂന്ന് ടെസ്റ്റാണ് നമ്മൾ MDR TB ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻറ്റ് TB ഉള്ളവരുടെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ്, അവർക്ക് ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് പറയുന്നത്. MDR TB ട്രീറ്റ്മെൻറ്റ് ഈസ് കോംപ്ലക്സ് ആൻഡ് റിക്വയർസ് എ കോമ്പിനേഷൻ ഓഫ് സെക്കൻഡ് ലൈൻ ആൻറ്റി TB ഡ്രഗ്സ്. അപ്പോൾ എന്താണ് MDR TBയുടെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻ്റ് ആണ് ഇതിൽ കൊടുക്കുന്നത്. ആൻഡ് ഇതിൽ നമ്മൾ കൊടുക്കുന്നത് എങ്ങനെയാണ്, കോമ്പിനേഷൻ ഓഫ് സെക്കൻഡ് ലൈൻ ആൻറ്റി TB ഡ്രഗ്സ്. സോ സെക്കൻഡ് ലൈൻ ആൻറ്റി TB ഡ്രഗ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്സിനെ കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ ഈ MDR TB ട്രീറ്റ് ചെയ്യുന്നത്. ഇനി എന്താണ് ഈ സെക്കൻഡ് ലൈൻ ആൻറ്റി TB ഡ്രഗ്സ് എന്ന് പറയുന്നത്? സെക്കൻഡ് ലൈൻ TB ഡ്രഗ്സ് എന്ന് പറയുന്നത് വളരെയധികം എഫക്റ്റീവ് ആയിട്ടുള്ള ഡ്രഗ്സ് ആണ്. അതുപോലെ അത് കുറേ എക്സ്പെൻസീവ് ആണ്. അതുപോലെ തന്നെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട്സും നമുക്ക് തരുന്നതാണ് ഈ സെക്കൻഡ് ലൈൻ ആൻറ്റി TB ഡ്രഗ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെക്കൻഡ് ലൈൻ ആൻറ്റി TB ഡ്രഗ്സിൽ പെടുന്നതാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഫ്ലൂറോക്വിനോൺസ്, അമിഗോഗ്ലൈസോസൈഡ്സ്, പോളിപെപ്റ്റൈഡ്സ്, തയോമൈഡ്സ് ആൻഡ് സൈക്ലോസെറീൻ. അപ്പം ഇത്രയാണ് സെക്കൻഡ് ലൈൻ ആൻറ്റി TB ഡ്രഗ്സ് എന്ന് പറയുന്നത്. സോ ഇതിൽ ഫ്ലൂറോക്വിനോൺസിൽ നമുക്ക് ലിവോഫ്ലാക്സിനും മോക്സിഫ്ലാക്സിനും വരുന്നുണ്ട് ഒരു ഡ്രഗാണ്. അതുപോലെ അമിഗോഗ്ലൈസോസൈഡ്സിൽ അമിക്കാസിനും ടാനാമൈസിനും വരുന്നുണ്ട്. നെക്സ്റ്റ് കാപ്രിക്കോമൈസിൻ, എത്തിനോമൈഡ്. അപ്പം ഇത്രയാണ് സെക്കൻഡ് ലൈൻ ആൻറ്റി ഡ്രഗ്സിൻ്റെ ആ ഒരു മെയിനായിട്ട് നമുക്ക് വരുന്ന ഡ്രഗ്സിൻ്റെ പേരുകളാണ് ഈ താഴെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ മെയിനായിട്ട് എക്സാമ്പിൾസ് പഠിക്കേണ്ട, ബാക്കി ഏതൊക്കെയാണ് ഫ്ലൂറോക്വിനോൺസ്, അമിഗോഗ്ലൈസോസൈഡ്സ്, പോളിപെപ്റ്റൈഡ്സ്, തയോനോമൈഡ് ആൻഡ് സൈക്ലോസെറീൻ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സെക്കൻഡ് ലൈൻ ആൻറ്റി TB ഡ്രഗ്സ് എന്ന് പറയുന്നത്. അതൊന്ന് ഓർത്ത് വെക്കുക. ദെൻ സെക്കൻഡ്, ക്ലോസ് മോണിറ്ററിങ് ഫോർ സൈഡ് എഫക്ട്സ് ആൻഡ് ട്രീറ്റ്മെൻറ്റ് എഫിഷ്യൻസി. അപ്പോൾ എന്താണ്, സൈഡ് എഫക്റ്റ് ഉണ്ടോ എന്ന് മോണിറ്റർ ചെയ്യുക, അതുപോലെ ട്രീറ്റ്മെൻറ്റ് എഫിഷ്യൻസിയും വളരെയധികം നന്നായിട്ട് ഉണ്ടായിരിക്കണം. ദെൻ തേർഡ്, ട്രീറ്റ്മെൻറ്റ് ഡ്യൂറേഷൻ ഓഫ് അറ്റ്ലീസ്റ്റ് 20 months. അപ്പോൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നതാണ് 20 മാസത്തോളം
കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് MDR TB ക്കുള്ളത്. ഇനി ഇതിൻ്റെ പ്രിവെൻഷൻ ഓഫ് MDR TB ഇൻവോൾവ്സ് പ്രോപ്പർ യൂസ് ഓഫ് ആൻറ്റി TB ഡ്രഗ്സ്, അഡ്ഹറൻസ് ടു ട്രീറ്റ്മെൻറ്റ് റെഗിമെൻറ്റ്സ്, ഇൻഫെക്ഷൻ കൺട്രോൾ മെഷേഴ്സ് ഇൻ ഹെൽത്ത് കെയർ സെറ്റിംഗ്സ് ആൻഡ് കോൺടാക്ട് ട്രേസിംഗ് ആൻഡ് സ്ക്രീനിങ് ഓഫ് ഹൈ റിസ്ക് പോപ്പുലേഷൻ. അപ്പോൾ എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ എന്തൊക്കെയാണ് MDR TB വരുന്നതിൻ്റെ കോസസ് എന്ന്. സോ ആ കോസസിന് നമ്മൾ എന്ത് ചെയ്യണം? ഈ കോസസിനെ നമ്മൾ ഇല്ലാതാക്കിയാൽ മാത്രമേ നമുക്കത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം? TB ഡ്രഗ്സ് മര്യാദയ്ക്ക് എങ്ങനെയാണോ ആ ഒരു ഡോസേജ് പറയുന്നത് അതനുസരിച്ച് യൂസ് ചെയ്യുക. പിന്നെ ട്രീറ്റ്മെൻറ്റ് റെഗിമെൻറ്റ്സ് ഉണ്ടാക്കുക, ഇൻഫെക്ഷൻ കൺട്രോൾ മെഷേഴ്സ് ഉണ്ടാക്കുക, അതുപോലെ തന്നെ TB ഉണ്ടെന്ന് സംശയിക്കുന്നവരെ ട്രേസ് ചെയ്യുക, ആൻഡ് അതുപോലെ തന്നെ ഹൈ റിസ്ക് പോപ്പുലേഷനെയും കൂടി സ്ക്രീൻ ചെയ്യുക. അവർക്കും TB ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ അല്ലെങ്കിൽ ആ ഒരു ഡയഗ്നോസ് ചെയ്ത് നോക്കുക, TB ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ അതും കൂടി സ്ക്രീനിങ് ചെയ്യാം. ഇങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്? MDR TB നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇനി നമ്മൾ പഠിച്ച കാര്യം തന്നെ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ വേണ്ടി പോവുകയാണ്. വാട്ട് ഈസ് മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻറ്റ് ആൻഡ് റൈഫാംബിസിൻ റെസിസ്റ്റൻറ്റ് ട്യൂബർക്കുലോസിസ് ആൻഡ് ഹൗ ഡു വി ട്രീറ്റ് ഇറ്റ്? സോ മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻറ്റ് TB അതുപോലെ തന്നെ RR-TB എന്ന് പറയുന്നത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻറ്റ് TB അല്ലെങ്കിൽ RR-TB എന്ന് പറയുന്നത് എന്താണ്? ദ ഡെഫിനേഷൻ ഈസ് യൂഷ്വലി റിഫേഴ്സ് ടു ഏത് മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻറ്റ് TB ഓർ റൈഫാംബിസിൻ റെസിസ്റ്റൻറ്റ് TB. സോ RR-TB എന്ന് പറയുന്നത് എന്താണ്? റൈഫാംബിസിൻ റെസിസ്റ്റൻറ്റ് TB എന്നാണ്. ദെൻ ദ മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻറ്റ് TB ഈസ് എ ഫോം ഓഫ് TB ഡിസീസ് കോസ്ഡ് ബൈ എ സ്ട്രെയിൻ ഓഫ് മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസ് കോംപ്ലക്സ് ദാറ്റ് ഈസ് റെസിസ്റ്റൻറ്റ് ടു റൈഫാംബിസിൻ ആൻഡ് ഐസോനൈസൈഡ്. ഇപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ, MDR TB എന്ന് പറയുന്നത് എന്താണ്? റൈഫാംബിസിനും ഐസോനൈസൈഡും റെസിസ്റ്റൻ്റ് ആയിട്ട് കാണപ്പെടുന്ന TBനെയാണ് നമ്മൾ മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻറ്റ് TB എന്ന് പറയുന്നത്. TB ഉണ്ടാക്കുന്ന ബാക്ടീരിയ ഏതാണ്? മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസ് ആണ്. ഓക്കെ, നെക്സ്റ്റ്, the two reasons why MDR or RR-TB continues to emerge and spread are mismanagement of TB treatment and person-to-person transmission. Most people with TB are cured by 6-month treatment regimen that is provided to patients with adequate support. So ഈ MDR അല്ലെങ്കിൽ RR-TB എന്ന് പറയുന്നത് വളരെയധികം സ്പ്രെഡ് ആവുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഒരു എമർജൻസി വരാനുള്ള കാരണം എന്ന് പറയുന്നത് എന്താണ്? TB ട്രീറ്റ്മെൻറ്റിൽ വന്ന മിസ്മാനേജ്മെൻ്റ് ആണ് ഇതിന് മെയിൻ ആയിട്ടുള്ള ഒരു റീസൺ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ്, ഇത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുകയും കൂടി ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് വളരെയധികം ഒരു ഗ്ലോബൽ ബർഡൻ ആയിട്ട് മാറുകയും കൂടി ചെയ്തത്. ഇനി മോസ്റ്റ്ലി TB ഉള്ള ആൾക്കാർക്ക് 6 മാസത്തെ ട്രീറ്റ്മെൻറ്റ് റെജിമെനാണ് ഉണ്ടാവുന്നത്. ഈ 6 മാസം കൊണ്ട് തന്നെ എന്തുണ്ടാവും? കംപ്ലീറ്റ്ലി ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ട് ആ ഒരു ഡിസീസ് ക്യൂർ ചെയ്യുകയാണ് ഉള്ളത്. Inappropriate or incorrect use of TB drugs, use of ineffective formulations of drug such as the use of single drugs, poor quality medicines or bad storage condition and premature treatment interruption can cause drug resistance which can then be transmitted. സോ ഇവിടെ പറയുന്നത് കറക്റ്റായിട്ടുള്ള TB ഡ്രഗ്സിൻ്റെ യൂസേജ് ഇല്ലായ്മ, അതുപോലെ തന്നെ നമ്മുടെ സിംഗിൾ ഡ്രഗ്സ് ആയിട്ട് ഉപയോഗിക്കുക, ദെൻ ക്വാളിറ്റി ഇല്ലാത്ത മെഡിസിൻസ് കൊടുക്കുക. ഈ ഒരു കാരണത്താലാണ് മെയിനായിട്ട് ഡ്രഗ് റെസിസ്റ്റൻസ് ഒരാളിൽ വരാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത്. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഇതെന്ത് ചെയ്യും? ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഇത് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുകയും കൂടി ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി ഇൻ ക്രൗഡഡ് settings such as prisons and hospitals, patients with TB of lungs can spread the disease by coughing, sneezing or simply talking. To become infected, a person needs only breathe in a small number of these germs. സോ എന്താണ്, പ്രിസൺസ്, ഹോസ്പിറ്റൽസിലൊക്കെ ഈ ഒരു ഓൾറെഡി MDR TB ഉള്ള ഒരാൾക്ക് സ്നീസ് ചെയ്യുകയോ കഫ് ചെയ്യുകയോ അല്ലെങ്കിൽ സംസാരിക്കുകയെങ്കിലും ചെയ്താൽ മതി, ആ ഒരു ബാക്ടീരിയ എന്ത് ചെയ്യും? മറ്റൊരാളിലേക്ക് സ്പ്രെഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് അതുപോലെ തന്നെ ഇതെന്താണ്, ജസ്റ്റ് ഒന്ന് ബ്രീത്തിങ് ചെയ്താൽ തന്നെ കുറേ ജേംസ് എന്ത് ചെയ്യും? നമ്മുടെ ആ ഒരു റെസ്പിറേറ്ററി ട്രാക്റ്റിലേക്ക് ഇത് കയറുകയും കൂടി ചെയ്യും. അങ്ങനെയാണ് ഇത് മറ്റ് ആൾക്കാരിലേക്കും ഈ ഒരു MDR TB എന്ത് ചെയ്യും? സ്പ്രെഡ് ചെയ്യുമ്പോൾ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടും. Based on current WHO policy, several regimens can be used in patients with MDR-RR-TB. The key factors that define treatment regimen choice include the patient's drug-resistant profile, prior exposure to TB medicines, and patient's history. ഇവിടെ പറയുന്നത് വെച്ചാൽ എന്താണ്, നമ്മുടെ ഈ MDR അല്ലെങ്കിൽ RR-TB ഉള്ള ആൾക്കാർക്ക് ട്രീറ്റ്മെൻറ്റ് റെജിമെൻ എന്ന് പറയുന്നത് നമുക്ക് പല ഫാക്ടേഴ്സിലാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അതിൽ ഏതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത് പേഷ്യൻസ് ഡ്രഗ് റെസിസ്റ്റൻസ് ഫൈൽ, ദെൻ പ്രയർ എക്സ്പോഷർ ടു TB മെഡിസിൻസ് ആൻഡ് പേഷ്യൻസിൻ്റെ ആ ഒരു പേഷ്യൻറ്റ് ഹിസ്റ്ററി, ദെൻ ദ ഡ്രഗ് റെസിസ്റ്റൻസ് പ്രൊഫൈൽ ഓഫ് ക്ലോസ് കോൺടാക്ട്, ദെൻ പേഷ്യൻ്റെ ഏജ്, ദെൻ എക്സ്ട്രാ പൾമണറി TBയുടെ എക്സ്റ്റെൻറ്റ് എത്രത്തോളമായിരുന്നു ഉണ്ടായിരുന്നത്, അതുപോലെ തന്നെ എക്സ്ട്രാ പൾമണറി
റിലേഷൻസ് ഉണ്ടോ എന്നും കൂടി ചെക്ക് ചെയ്യും. ഇങ്ങനെയാണ് നമ്മൾ ആ ഒരു MDR TB ഉള്ള ഒരു പേഷ്യൻറ്റിന് പിന്നീട് വരുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് നമ്മൾ കൊടുക്കുന്നത് ഇത്രയും ഫാക്ടേഴ്സ് നോക്കിയിട്ടാണ്. നെക്സ്റ്റ് പറയുന്നത് ഒരു BPLM റെജിമെനെ പറ്റിയാണ്. ഈ റെജിമെൻ എന്ന് പറയുന്നത് നമ്മൾ MDR അല്ലെങ്കിൽ RR TB ഉള്ള പേഷ്യൻസിന് കൊടുക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് റെജിമെനാണ് ഈ BPLM എന്ന് പറയുന്നത്. അപ്പം എന്താണ് ഈ ഒരു BPLM എന്ന് നമുക്ക് നോക്കാം. BPLM regimen in patients with MDR or RR TB with or without additional resistance to fluoroquinones. This 6-month all-oral treatment regimen comprises bedaquiline, petromanide, linezolid and moxifloxacin. It is possible to omit moxifloxacin and start or continue with a BPL regimen for MDR RR TB patients with confirmed fluoroquinone resistance. So, BPLM regimen എന്ന് പറയുന്നത് എന്താണ്? 4 types of സെക്കൻഡ് ലൈൻ ഡ്രഗ്സിനെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് റെഗിമെനാണ് BPLM റെഗിമെൻ എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ കൊടുക്കുന്നത് എന്തൊക്കെയാണ്? 6 ടൈപ്സ് ഡ്രഗ്സാണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? ബെഡാക്യുലിൻ, പെട്രോമാനിഡ്, ലൈൻസോളിഡ് ആൻഡ് മോക്സിഫ്ലാക്സിൻ. ഈ മോക്സിഫ്ലാക്സിൻ ഒഴിവാക്കിയിട്ടും നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പം ഇതാണ് BPLM റെജിമെൻ എന്ന് പറയുന്നത്. അപ്പം പുതുതായിട്ട് MDR TB ഉള്ള ആൾക്കാർക്ക് കൊടുക്കുന്ന റെജിമെൻ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ഏതാണെന്ന് വെച്ചാൽ എന്താണ്? BPLM റെജിമെനാണ് നമ്മൾ കൊടുക്കുന്നത്. ആൻഡ് ഇത് 6 മന്ത് ഓറൽ ട്രീറ്റ്മെൻ്റ് ആണ്. ഈ ഒരു റെജിമെൻ നമ്മൾ കൊടുക്കുന്നത് എങ്ങനെയാണ്? 6 മന്ത് 6 മാസത്തെ ഒരു ട്രീറ്റ്മെൻ്റ് ആണ് ഈ ഒരു BPLM റെജിമെൻ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ ഈ ഫാക്ടേഴ്സ് വെച്ചിട്ട് മറ്റു പല ട്രീറ്റ്മെൻറ്റ് റെജിമെനും നമ്മളിപ്പം ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ മെയിനായിട്ട് ഇപ്പോൾ എന്താണ്? BPLM മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. കാരണം ഒരു ലേറ്റസ്റ്റ് റിവ്യൂ പ്രകാരം അല്ലെങ്കിൽ ഒരു എവിഡൻസ് പ്രകാരം ഏറ്റവും കൂടുതൽ പ്രിഫേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കൂടുതൽ പേഷ്യൻസിനും പ്രിഫേർഡ് ആയിട്ട് അല്ലെങ്കിൽ അവർക്ക് എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ളത് ഏതാണ്? ഈ ഒരു BPLM റെജിമെനാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? BPLM റെജിമെന് ആണ്. ബേസ്ഡ് ഓൺ ദ റിവ്യൂ ഓഫ് ദ ലേറ്റസ്റ്റ് അവൈലബിൾ എവിഡൻസ്, ദ 6-month BPLM regimen is a preferred options for most patients with MDR RR TB. So BPLM regimen എന്താണെന്ന് പഠിക്കുക. ഇനി പഠിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് ടൈപ്സ് ഓഫ് ഡ്രഗ് റെസിസ്റ്റൻറ്റ്. അപ്പോൾ ഈ ഡ്രഗ് റെസിസ്റ്റൻ്റ് എന്ന് പറയുന്നത് എന്താണ്? പല ടൈപ്സിൽ കാണപ്പെടുന്നുണ്ട്. ഫസ്റ്റ് മോണോ റെസിസ്റ്റൻറ്റ് എന്ന് വെച്ചാൽ എന്താണ്? റെസിസ്റ്റൻറ്റ് ടു ഫസ്റ്റ് ലൈൻ ആൻറ്റി TB ഡ്രഗ് ഉള്ളി. അപ്പം ഏതെങ്കിലും ഒരു ഫസ്റ്റ് ലൈൻ ആൻറ്റി TB ഡ്രഗിന് മാത്രം റെസിസ്റ്റൻ്റ് ആയിട്ട് കാണപ്പെടുന്ന TBനാണ് നമ്മൾ മോണോ റെസിസ്റ്റൻറ്റ് TB എന്ന് പറയുന്നത്. ഇനി പോളി ഡ്രഗ് റെസിസ്റ്റൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒന്നിൽ കൂടുതൽ ഫസ്റ്റ് ലൈൻ ആൻറ്റി TB ഡ്രഗ്സിന് റെസിസ്റ്റൻ്റ് ആണ്. സോ എന്താണ്? പോളി ഡ്രഗ് റെസിസ്റ്റൻറ്റ് ടു മോർ ദാൻ one first line anti-TB drug other than both isoniazid and rifampicin. So rifampicin isoniazidum ഒഴിച്ചിട്ട് നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞില്ല, ഐസോനൈസൈഡും റൈഫാംപിസിൻ റെസിസ്റ്റൻ്റ് എന്ന് പറയുന്നതാണ് MDR TB ആണ്. അപ്പം ഇത് രണ്ടും കൂടി കഴിച്ചിട്ടും വേറെ ഏതെങ്കിലും ഒരു TB ഫസ്റ്റ് ലൈൻ TB ഡ്രഗിനും കൂടി റെസിസ്റ്റൻ്റ് ആണെങ്കിൽ അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? പോളി ഡ്രഗ് റെസിസ്റ്റൻറ്റ് TB എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻറ്റ്. നമ്മൾ പറഞ്ഞു എന്ത്? ഐസോനൈസൈഡും റൈഫാംപിസിൻ റെസിസ്റ്റൻസും കാണിക്കുന്നതാണ് മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്ന റൈഫാംപിസിൻ റെസിസ്റ്റൻറ്റ്. എന്താണ്? ആ പേര് തന്നെയുണ്ട് അല്ലേ? റൈഫാംപിസിന് റെസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നതാണ് ഈ റൈഫാംപിസിൻ റെസിസ്റ്റൻറ്റ് TB എന്ന് പറയുന്നത്. റെസിസ്റ്റൻറ്റ് ടു റൈഫാംപിസിൻ ഡിറ്റക്റ്റഡ് യൂസിങ് ഫീനോട്ടിപ്പിക് ഓർ ജീനോട്ടിപ്പിക് മെത്തേഡ് വിത്തൗട്ട് റെസിസ്റ്റൻസ് ടു അതർ TB drugs. It includes any resistance to rifampicin, whether mono resistance, multi-drug resistance, polydrug resistance or extensive drug resistance. So rifampicin resistance എന്ന് പറയുന്നതാണ് ജീനോടൈപ്പിക്കോ ഫീനോടൈപ്പിക്കോ മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് എന്താണ് റൈഫാംപിസിൻ റെസിസ്റ്റൻസ് ഉണ്ടെന്ന് ഡിറ്റക്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ എന്താണ് വിത്തൗട്ട് റെസിസ്റ്റൻസ് ടു അതർ TB ഡ്രഗ്സും എന്താണ് മറ്റ് TB ഡ്രഗ്സിന് റെസിസ്റ്റൻസ് ഇല്ലാതിരിക്കുകയോ എന്ത് വേണമെങ്കിലും ആകാം. എന്താണ് റൈഫാംപിസിൻ റെസിസ്റ്റൻസ് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് ദിസ് ഇൻക്ലൂഡ് എനി റെസിസ്റ്റൻസ് ടു റൈഫാംപിസിൻ വെദർ ഇറ്റ് ഈസ് മോണോ റെസിസ്റ്റൻസ്. മോണോ റെസിസ്റ്റൻസോ പോളിഡ്രഗ് റെസിസ്റ്റൻസോ മൾട്ടിഡ്രഗ് റെസിസ്റ്റൻസോ ആയിക്കോട്ടെ, അതിലെന്താണ് റൈഫാംപിസിൻ റെസിസ്റ്റൻസ് ആ ഒരു ബാക്ടീരിയ കാണിക്കുന്നുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? റൈഫാംപിസിൻ റെസിസ്റ്റൻറ്റ് TB എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്ന ഒരു കാറ്റഗറിയാണ് എക്സ്റ്റെൻസീവ് ഡ്രഗ് റെസിസ്റ്റൻറ്റ് ടു എനി ഫ്ലൂറോക്വിനോൺ ആൻഡ് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ 3 സെക്കൻഡ് ലൈൻ ഇൻജെക്റ്റബിൾ ഡ്രഗ്സ് കാപ്രിയോമൈസിൻ, കെനാമൈസിൻ ആൻഡ് അമിക്കാസിൻ in addition to multi-drug resistance. So extensively drug resistance എന്ന് പറയുന്നത് എന്താണ്? റെസിസ്റ്റൻറ്റ് ടു എനി ഫ്ലൂറോക്വിനോൺ. ഇപ്പം ഏതെങ്കിലും ഒരു ഫ്ലൂറോക്വിനോൺ ഡ്രഗ്സിനുമായിട്ട് റെസിസ്റ്റൻസ് കാണിക്കുക. അതുപോലെ തന്നെ 3 സെക്കൻഡ് ലൈൻ ഡ്രഗ് ഇൻജെക്റ്റബിൾ ആയിട്ടുള്ള കാപ്രിയോമൈസിൻ, കെനാമൈസിൻ ആൻഡ് അമിക്കാസിൻ ഈ 3 ഏതെങ്കിലും ഒരു ഡ്രഗിനും കൂടി റെസിസ്റ്റൻസ് കാണിക്കുക. ഇങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എക്സ്റ്റെൻസീവ് ഡ്രഗ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. XDR എന്നാണ് അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. അത് ഓർത്ത് വെക്കുക. ഏതൊക്കെയാണ്? റെസിസ്റ്റൻറ്റ്
resistant to any fluoroquinone and at least one of the second line injectable ആയിട്ടുള്ള capreomycin, kanamycin and amikacin. In 2006, the term extensively drug-resistant TB (XDR-TB) was coined to describe strains of MDR-TB resistant to fluoroquinones and second-line injectable drugs. It is estimated that 9.6% of MDR-TB cases worldwide have XDR-TB because to access second-line drug susceptibility testing is poor in many areas of the world. XDR-TB often goes unrecognized. Although patients harboring MDR and XDR strains present a formidable challenge for treatment, cure is often possible with early identification of resistance and use of a properly designed regimen. So എന്താണ് ഈ MDR-TB ഉള്ള കേസസിൽ തന്നെ 9.6% എന്താണ് XDR-TB കേസസ് ആണ് ഉണ്ടായിരുന്നത്. നമുക്കത് ഡ്രഗ് സസ്പെക്റ്റബിലിറ്റി ടെസ്റ്റിങ് രാജ്യത്തെ വേൾഡിലുള്ള പലയിടത്തും നമുക്കിത് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ആ സമയത്ത് XDR-TB ഉള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റിയില്ല. ആൻഡ് ഈ ഒരു XDR-TB അല്ലെങ്കിൽ MDR-TB ഉള്ള ആൾക്കാർക്ക് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ് പോസിബിൾ ആണ്, ക്യൂറും പോസിബിൾ ആണ്. പക്ഷേ ഇവർ ക്യൂറായിട്ട് വരണമെങ്കിൽ എന്താണ് അതിന് ആദ്യം തന്നെ ഫസ്റ്റ്ലി ഇത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുകയും അതുപോലെ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് റെഗിമെനും കൂടി അവർക്ക് കൊടുക്കുകയാണെങ്കിൽ മാത്രമേ അവർക്ക് ഇതിൽ നിന്ന് എന്താണ് ഒരു ക്യൂർ ഉണ്ടാവുകയുള്ളൂ. Multi-drug resistant tuberculosis in India, challenges and burden. As one of the highest rates of MDR-TB in the world, TB with MDR-TB is a severe issue in India. According to the World Health Organization, India recorded 64,000 MDR-TB infection in 2012, making it the nation with the greatest prevalence globally and responsible for 22% of all MDR-TB cases worldwide. So, 2012 64,000 MDR-TB ഇൻഫെക്ഷൻസ് ഇന്ത്യയിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് ആ സമയത്ത് തന്നെ എന്താണ് വേൾഡ് വൈഡ് ആയിട്ടുള്ള 22% MDR-TB കേസസ് ഗ്ലോബലി എവിടെയാണ് കാണപ്പെട്ടിരുന്നത്? ഇന്ത്യയിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ വർഷം ഓർത്ത് വെക്കുക, 2012 അതൊരു ഗ്ലോബലി ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ MDR-TB കേസസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. 300,000 cases of pulmonary TB were recorded in India in 2013, which is believed to have had 600,000 MDR-TB patients. So 2013 300,000 കേസസ് ഓഫ് പൾമണറി TB ആണ് റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതിൽ 64,000 MDR-TB പേഷ്യൻസ് ആണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ്, types of drug resistance and management strategies in tuberculosis. Drug resistance in TB falls into two categories, acquired and primary. So drug resistant TB എന്ന് പറയുന്നതാണ് രണ്ട് കാറ്റഗറീസിലാണ് ഉള്ളത്, അക്യൂർഡും അതുപോലെ തന്നെ പ്രൈമറിയും. Primary drug resistance is used to describe drug resistant instances in people who have never used anti-tubercular therapy before. So ഇതിൽ പ്രൈമറി എന്ന് പറയുന്നത് എന്താണ്? മുൻപ് ഇതുവരെ ട്യൂബർക്കുലർ തെറാപ്പി അല്ലെങ്കിൽ ട്യൂബർക്കുലോസിസ് മെഡിസിൻസ് ഇതുവരെയും യൂസ് ചെയ്യാത്തവർ, അവരെയാണ് നമ്മൾ ഇതിൽപ്പെടുന്നത് പ്രൈമറി ഡ്രഗ് റെസിസ്റ്റൻറ്റിൽ പറയുന്നത്. ഈ അക്വേർഡ് എന്ന് പറയുന്നത് എന്താണ്? മുൻപ് ഈ ഒരു ട്യൂബർക്കുലോസിസ് വന്നിട്ട് അതിന് കീമോതെറാപ്പിയോ അല്ലെങ്കിൽ ഡ്രഗ് മറ്റെന്തെങ്കിലും മെഡിസിൻസ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് വീണ്ടും ഈ ഒരു മെഡിസിൻസിന് റെസിസ്റ്റൻസ് കാണിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? അക്വേർഡ് TB റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്, അക്വേർഡ് TB ഡ്രഗ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. Conversely, people who have already had chemotherapy develop acute drug resistance. The term acute drug resistance refers to the resistance that manifests in a patient who has previously received chemotherapy. അപ്പം മുൻപ് ഈ ട്യൂബർക്കുലോസിസ് കീമോതെറാപ്പി ഓൾറെഡി റിസീവ് ചെയ്തിട്ടുള്ള ഒരാൾക്ക് വീണ്ടും ഒരു ഡ്രഗ് റെസിസ്റ്റൻസ് വരികയാണ്. അതിനാണ് നമ്മളെന്ന് പറയുന്നത് അക്വേർഡ് ഡ്രഗ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. സോ രണ്ട് ടൈപ്പാണുള്ളത്. ഏതൊക്കെയാണ്? പ്രൈമറി ആൻഡ് അക്വേർഡ്. രണ്ടും എങ്ങനെയാണ് പ്രൈമറി എന്താണ് അക്വേർഡ് എന്നുള്ള കാര്യം പഠിച്ചു വെക്കുക. ദെൻ പ്രീ എക്സ്റ്റെൻസീവ്ലി ഡ്രഗ് റെസിസ്റ്റൻറ്റ് ട്യൂബർക്കുലോസിസ് എന്നൊരു ടേമാണ് നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത്. Pre-XDR-TB is a relatively new term that refers to the TB that is resistant to rifampicin isoniazid as well as one or both of the following additional drugs: a fluoroquinone or an injectable second-line agent, but not both of these drugs simultaneously. So pre-XDR-TB എന്ന് പറയുന്നത് എന്താണ്? അത് റൈഫാംപിസിനും ഐസോനൈസേറ്റ് റെസിസ്റ്റൻസ് ആയിരിക്കും, അതുപോലെ തന്നെ ഫ്ലൂറോക്വിനോൺസും
അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ലൈൻ ഇഞ്ചക്റ്റബിൾ ഡ്രഗിനും കൂടിയിട്ട് ഇതിൽ ഏതെങ്കിലും ഫ്ലൂറോക്വിനോൺസിനോ അല്ലെങ്കിൽ ഇഞ്ചക്റ്റബിൾ സെക്കൻഡ് ലൈൻ ഏജൻറ്റിനും എന്തായിരിക്കും അതർ റെസിസ്റ്റൻസ് ആയിരിക്കും. റൈഫാംബിസിൻ, ഐസോനൈസൈഡ്, ഫ്ലൂറോക്വിനോൺസിന് റെസിസ്റ്റൻസ് ആയിരിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, റൈഫാംബിസിൻ, ഐസോനൈസൈഡ് ആൻഡ് ഇഞ്ചക്റ്റബിൾ സെക്കൻഡ് ലൈൻ ഏജൻറ്റിന് റെസിസ്റ്റൻസ് ആയിട്ട് ഉള്ളതിനെയാണ് നമ്മൾ പ്രീ എക്സ്ട്രിയ TB എന്ന് പറയുന്നത്. ദെൻ therefore under the usual MDR TB regimen, pre-extria TB subjects with fluoroquinones resistance receive less effective medicines. അപ്പോൾ എന്താണ് ഈ പ്രീ എക്സ്ട്രിയ TB ഫ്ലൂറോക്വിനോൺസ് റെസിസ്റ്റൻസ് കാണിക്കുന്ന പ്രീ എക്സ്ട്രിയ TB എന്ന് പറയുന്നത് എന്താണ്, കുറച്ച് എഫക്റ്റീവ് കുറവുള്ള അല്ലെങ്കിൽ ലെസ് എഫക്റ്റീവ് ആയിട്ടുള്ള മെഡിസിൻസ് ആണ് അവർക്ക് കിട്ടുന്നത്. ആൻഡ് ഇറ്റ് മൈറ്റ് ഇൻറ്റൻസിഫൈ എക്സിസ്റ്റിംഗ് ഡ്രഗ് റെസിസ്റ്റൻറ്റ് ഈവൻ മോർ ആൻഡ് സ്പീഡിങ് അപ്പ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് എക്സ്റ്റെൻസീവ്ലി ഡ്രഗ് റെസിസ്റ്റൻറ്റ് ട്യൂബർക്കുലോസിസ്. അപ്പോൾ എന്താണ് അങ്ങനെ നമുക്ക് ലെസ് എഫക്റ്റീവ് ആയിട്ടുള്ള മെഡിസിൻസ് ഉള്ളത് കാരണം തന്നെ അത് എന്തായിട്ട് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും, എക്സ്റ്റെൻസീവ്ലി ഡ്രഗ് റെസിസ്റ്റൻറ്റ് ട്യൂബർക്കുലോസിസ് ആയിട്ട് മാറാനുള്ള ചാൻസസും വളരെയധികം കൂടുതലാണ്. നെക്സ്റ്റ് പറയുന്നത് റിസ്ക് ഫാക്ടേഴ്സ് ഓഫ് MDR TB ആണ്. ഫസ്റ്റ്, failure to respond to first-line DOTS regimen, relapse after a full course of treatment with a first-line regimen, treatment after defaulting from treatment with a first-line regimen, exposure to non-case of MDR TB, exposure to TB in institutions with high prevalence of MDR TB such as prison or hospital, living in areas or countries with a high prevalence of MDR TB, and last is HIV co-infection. So risk factors എന്ന് പറയുന്നത് എന്താണ്, ഫസ്റ്റ് ലൈൻ ഡോട്സ്, ഫസ്റ്റ് ലൈൻ ഡ്രഗ്സ് ഉണ്ടല്ലേ, അപ്പോൾ ഈ ഡ്രഗ്സിന് റെസ്പോണ്ട് ചെയ്യാതിരിക്കുക. പിന്നെ ഓൾറെഡി നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് ഫസ്റ്റ് ലൈൻ ഡ്രഗ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടും വീണ്ടും ആ ഒരു TB ഡിസീസ് വരിക, അതുപോലെ ട്രീറ്റ്മെൻറ്റ് നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാതെ പകുതിയിൽ വെച്ച് സ്റ്റോപ്പ് ആവുന്ന ആ ഒരു അവസ്ഥയിലും MDR TB വരാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ MDR TB ഉള്ള ആളുമായിട്ട് എക്സ്പോഷർ നടത്തിയിട്ടുണ്ടെങ്കിലും MDR TB വരും. ഇനി HIV കോ ഇൻഫെക്ഷൻ ഉള്ള ആൾക്കാർക്കും MDR TB ഒരു വളരെയധികം റിസ്ക് ആയിട്ട് ഉള്ളൊരു ഫാക്ടറാണ്. ഇനി ഈ MDR TB ഒരുപാടുള്ള ഒരു കൺട്രീസ് അല്ലെങ്കിൽ ഏരിയാസിലൊക്കെ ഉള്ളവർക്കും MDR TB വരാനുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ട്യൂബർക്കുലോസിസുമായിട്ട് ബന്ധപ്പെട്ട ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നതും അതുപോലെ ഹോസ്പിറ്റൽസ്, പ്രിസൺസ് അങ്ങനെയുള്ള ഏരിയാസിൽ MDR TB ഓൾറെഡി ഉള്ള ആൾക്കാരുമായിട്ട് കോൺടാക്റ്റ് വരുന്ന സമയത്തും എന്താണ് നമുക്ക് MDR TB വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം ഇത്രയാണ് മെയിനായിട്ട് MDR TBയുടെ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഫസ്റ്റ് ലൈൻ ട്യൂബർക്കുലോസിസ് ഡ്രഗ്സ് അല്ലെങ്കിൽ സെക്കൻഡ് ലൈൻ ട്യൂബർക്കുലോസിസ് ഡ്രഗ്സ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പം എന്താണ് ഈ ഫസ്റ്റ് ലൈൻ ഡ്രഗ്സ് അല്ലെങ്കിൽ സെക്കൻഡ് ലൈൻ ഡ്രഗ്സ്, ഇതിലെന്തൊക്കെയാണ്, ഏതൊക്കെ മരുന്നുകളാണ് വരുന്നത്, ഏതൊക്കെ ഡ്രഗ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളൊരു ചെറുതായിട്ടൊരു നോളജ് നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ കൊടുത്തിരിക്കുന്നതിൽ പറയുന്ന കാര്യങ്ങൾ മാത്രമൊന്ന് ഓർത്ത് വെക്കുക. ഫസ്റ്റ് ലൈൻ ആൻറ്റി ട്യൂബർക്കുലോസിസ് ഡ്രഗ്സ് ആണ് ഇപ്പോൾ ഫസ്റ്റ് പറയുന്നത്. അതിൽ ഗ്രൂപ്പ് 1 ഐസോനൈസൈഡ്, റൈഫാംബിസിൻ, എത്താംബൂട്ടോൾ ആൻഡ് പാരൈസിനമൈഡ്. സോ ഇതിൽ ഐസോനൈസൈഡ്, റൈഫാംബിസിൻ, എത്താംബൂട്ടോളൊക്കെ നമ്മളിപ്പോൾ ഓൾറെഡി കുറേ പ്രാവശ്യം പഠിച്ചു അല്ലേ, പഠിച്ചിരുന്നു. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ലൈൻ ആൻറ്റി TB ഡ്രഗ്സ് ആണ് ഇതെന്ന് പറയുന്നത്. ഗ്രൂപ്പ് 1 പെടുന്ന ഫസ്റ്റ് ലൈൻ ആൻറ്റി ട്യൂബർക്കുലോസിസ് ഡ്രഗ്സ് ആണ് ഐസോനൈസൈഡ്, റൈഫാംബിസിൻ, എത്താംബൂട്ടോൾ ആൻഡ് പൈറാസിനമൈഡ് എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് ലൈൻ ആൻറ്റി TB ഡ്രഗ്സ് അതിനാണ് ഗ്രൂപ്പ് 2, 3, 4, 5, 6 ആയിട്ട് പറയുന്നത്. ഗ്രൂപ്പ് 2 വരുന്നതാണ് മോക്സിഫ്ലാക്സിൻ, ഹൈ ഡോസ് ലിവോഫ്ലാക്സിൻ, എന്നിട്ട് ഫ്ലൂറോക്വിനോൺസ് ആണ് ഈ മോക്സിഫ്ലാക്സിനും അതുപോലെ തന്നെ ലിവോഫ്ലാക്സിൻ എന്നൊക്കെ പറയുന്നത് ഫ്ലൂറോക്വിനോൺസിൻ്റെ കാറ്റഗറിയിൽ പെടുന്നതാണ്. അപ്പം ഗ്രൂപ്പ് 2 വരുന്ന ഏതൊക്കെയാണ്, മോക്സിഫ്ലാക്സിൻ, ദെൻ ലിവോഫ്ലാക്സിൻ. ഗ്രൂപ്പ് 3 പെടുന്നതാണ് ലൈൻസോളിഡ്, ഡെലാമാനിഡ്, ബെഡാക്കുലിൻ, ന്യൂവർ ഡ്രഗ് വിത്ത് ഇൻക്രീസ്ഡ് എവിഡൻസ്. ബെഡാക്കുലിൻ എന്ന് പറയുന്നത് എന്താണ്, ബെഡാക്കുലിൻ, ഡെലാമിൻഡ് എന്നൊക്കെ പറയുന്നത് പുതിയൊരു ഡ്രഗ്സ് ആണ്. ആൻഡ് അതൊക്കെയാണ് ഗ്രൂപ്പ് 3 വരുന്നത്. നെക്സ്റ്റ് ഗ്രൂപ്പ് 4 വരുന്നതാണ് അമിക്കാസിൻ, കാപ്രിയോമൈസിൻ ആൻഡ് കനാമൈസിൻ ഇഞ്ചക്റ്റബിൾസ്. ദെൻ ഗ്രൂപ്പ് 5 വരുന്നതാണ് ക്ലോവാസമീൻ, എത്തിനോഅമൈഡ്, പ്രോത്തിയോണമൈഡ്, ദെൻ കാർബാപ്പിനിൻസ്. ഇത്രയുമാണ് ഗ്രൂപ്പ് 5 വരുന്നത്. ഇനി ഗ്രൂപ്പ് 6 വരുന്നത് സൈക്ലോസിറിൻ, പാരാമിനോസാലിസിലിക് ആസിഡ്, ദെൻ അമോക്സിലിൻ ആൻഡ് ക്ലാവിൻലാനേറ്റ്. ഇത്രയാണ് ഗ്രൂപ്പ് 6 വരുന്ന ആൻറ്റി ട്യൂബർക്കുലോസിസ് ഡ്രഗ്സ് എന്ന് പറയുന്നത്. സോ നമ്മൾ മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻറ്റ് TBനെ കുറിച്ചും അതുപോലെ തന്നെ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ പഠിച്ചു. ഇനി നമുക്ക് ട്യൂബർക്കുലോസിസിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണെന്നും കൂടി പഠിക്കാനുണ്ട്. സോ ഹൗ ട്യൂബർക്കുലോസിസ് ഈസ് ടിപ്പിക്കലി ട്രീറ്റഡ്.
ഫസ്റ്റ് ലൈൻ ടി ബി ആൻഡ് ആൻറ്റി ടി ബി ഡ്രഗ്സാണ് നമ്മുടെ ടി ബി ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വരുന്നത് ഐസോനൈസൈഡ് INH 300 mg പെർ ഡേ ഫോർ 6 മന്താണ് കൊടുക്കുന്നത്. ഇനി റൈഫാംബിസിൻ RIF, അങ്ങനെ ഈ കോഡൊക്കെ ഓർത്ത് വെക്കുക. INH RIF PZA EMB ഇനി തൊട്ട് ഇങ്ങനെയായിരിക്കും നമ്മൾ പറയുന്നുണ്ടാവുക ഓരോ മെഡിസിൻസിൻ്റെ പേരും. സോ റൈഫാംബിസിൻ കൊടുക്കുന്നത് എത്രയാണ്? 450 മുതൽ 600 mg പെർ ഡേ ആണ് കൊടുക്കുന്നത്. ആൻഡ് പാരാസിനമൈഡ് കൊടുക്കുന്നത് 1500 മുതൽ 2000 mg. ആൻഡ് എത്താംബൂട്ടോൾ കൊടുക്കുന്നത് എത്രയാണ്? 800 മുതൽ 1200 mg പെർ ഡേ ഫോർ 2 months ആണ്. ഇങ്ങനെയാണ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് നമ്മൾ കൊടുക്കുന്നത്. എന്തിനാണ് കൊടുക്കുന്നത്? ട്യൂബർക്കുലോസിസിന് കൊടുക്കുന്നത്. ഇനി നെക്സ്റ്റ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് റെജിമെൻസ് എങ്ങനെയാണെന്ന് നോക്കാം. സ്റ്റാൻഡേർഡ് റെജിമെൻ 2 months ഓഫ് INH RIF PZA ആൻഡ് EMB എന്ന് വെച്ചാൽ എന്താണ് സ്റ്റാൻഡേർഡ് റെജിമെൻ എന്ന് പറയുന്നത്? എന്താണ് 2 മാസത്തേക്ക് ഏതൊക്കെ കൊടുക്കുക? ഐസോനൈസൈഡ്, റൈഫാംബിസിൻ, പാരാസിനമൈഡ് ആൻഡ് എത്താംബൂട്ടോൾ എന്ന ഈ 4 ഡ്രഗ്സും കൂടി 2 മാസത്തേന് കൊടുക്കുക. ആൻഡ് ഇറ്റ് ഈസ് ഫോളോഡ് ബൈ 4 months ഓഫ് INH ആൻഡ് റൈഫാംബിസിൻ. അത് കഴിഞ്ഞിട്ട് എന്താണ് അത് കഴിഞ്ഞിട്ട് റൈഫാംബിസിനും ഐസോനൈസൈഡും കൂടിയിട്ടാണ് പിന്നെ 4 മാസത്തിന് കൊടുക്കുന്നത്. സെക്കൻഡ് ഷോർട്ട് കോഴ്സ് റെജിമെൻ എന്ന് പറയുന്നത് 2 months ഓഫ് INH റൈഫാംബിസിൻ ആൻഡ് പാരാസിനമൈഡ് ആൻഡ് എത്താംബൂട്ടോൾ ഫോളോഡ് ബൈ 2 months ഓഫ് INH ആൻഡ് റൈഫാംബിസിൻ. സോ ഇവിടെ പറയുന്നത് എത്രയാണ്? ഷോർട്ട് കോഴ്സ് റെജിമെൻ എന്ന് പറയുന്നത് അവിടെ വരുന്നത് എന്താണ്? നമ്മുടെ ഐസോനൈസിനും റൈഫാംബിസിനും ഇതിനോടൊപ്പം തന്നെ 2 മാസത്തേനാണ് യൂസ് ചെയ്യുന്നത് ഷോർട്ട് കോഴ്സ് റെജിമെൻ വരുന്ന സമയത്ത്. ആൻഡ് സ്റ്റാൻഡേർഡ് റെജിമെൻ വരുന്ന സമയത്ത് എത്രയാണ്? 4 months ഐസോനൈസിനും റൈഫാംബിസിനും യൂസ് ചെയ്യുന്നത്. ഇനി ലോങ് കോഴ്സ് റെജിമെൻ വരുന്ന സമയത്ത് 6 to 9 months നമ്മൾ ഐസോനൈസൈഡ്, റൈഫാംബിസിൻ, പാരാസിനമൈഡ് ആൻഡ് എത്താംബൂട്ടോളാണ് ലോങ് കോഴ്സ് റെജിമെനിൽ യൂസ് ചെയ്യുന്നത്. ദ ട്രീറ്റ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഡയറക്ട്ലി ഒബ്സർവ്ഡ് ട്രീറ്റ്മെൻറ്റ് ഷോർട്ട് കോഴ്സ്. ട്രീറ്റ്മെൻറ്റ് ഈസ് ഒബ്സർവ്ഡ് ബൈ എ ഹെൽത്ത് കെയർ വർക്കർ ഹു എൻഷുർ അഡ്ഹറൻസ്. ഇപ്പോൾ എന്താണ് ഒബ്സർവ് ചെയ്തിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ആണ് കൊടുക്കുന്നത്. കോമ്പിനേഷൻ തെറാപ്പി. മൾട്ടിപ്പിൾ ഡ്രഗ്സ് ആർ യൂസ് ടു പ്രിവെൻറ്റ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് റെസിസ്റ്റൻറ്റ്. സോ ഒരുപാട് ഡ്രഗ്സ് അല്ലേ നമ്മൾ പറഞ്ഞ ഡ്രഗ്സുകളൊക്കെ എന്താ അവർ കമ്പൈൻ ചെയ്തിട്ടാണ് കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ എന്താണ് കമ്പൈൻ തെറാപ്പിയാണ് അവിടെ കൊടുക്കുന്നത്. ദെൻ സ്റ്റാൻഡർഡൈസ്ഡ് റെജിമെൻസ് ആണ്. ട്രീറ്റ്മെൻറ്റ് റെജിമെൻസ് ആർ സ്റ്റാൻഡർഡൈസ്ഡ് ടു എൻഷുർ കൺസിസ്റ്റൻസി ആൻഡ് എഫക്റ്റീവ്നെസ്. അപ്പം നല്ല സ്റ്റാൻഡേർഡുള്ള എഫക്റ്റീവുള്ള കൺസിസ്റ്റൻസ് ആയിട്ടാണ് ഈ ഒരു റെജിമെൻസ് നമ്മൾ കൊടുത്ത് ആ ഒരു ടി ബിനെ ട്രീറ്റ് ചെയ്യുന്നത്. അതാണ് നമ്മൾ സ്റ്റാൻഡേർഡ് റെജിമെൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് ടി ബി ട്രീറ്റ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് വരുന്നത്. ഇതൊക്കെയാണ് ഡയറക്റ്റ്ലി ഒബ്സർവ്ഡ് ട്രീറ്റ്മെൻറ്റ് ആണ്, കോമ്പിനേഷൻ തെറാപ്പിയാണ് യൂസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ സ്റ്റാൻഡർഡൈസ്ഡ് റെജിമെൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് മോണിറ്ററിങ് ആൻഡ് ഫോളോ അപ്പ്. ഇതാണ് ലാസ്റ്റ് വരുന്നത്. എന്താണ് നമ്മൾ മോണിറ്റർ ചെയ്യും, ഫോളോ അപ്പ് ചെയ്താൽ മാത്രമേ ആ ഒരു ടി ബി ഡിസീസ് ക്യൂർ ആവുകയുള്ളൂ. സോ മന്ത്ലി സ്പ്യൂട്ടം സ്മിയർ മൈക്രോസ്കോപ്പി ചെയ്തിട്ട് ആ ഒരു ട്രീറ്റ്മെൻറ്റ് മോണിറ്റർ ചെയ്യണം. അതുപോലെ ചെസ്റ്റ് എക്സ്റേ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് റെസ്പോൺസും അതുപോലെ തന്നെ കോംപ്ലിക്കേഷൻസ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് എക്സ്റേ നോക്കണം. അതുപോലെ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്, നമ്മുടെ ഹെപ്പറ്റോക്സിസിറ്റി നോക്കാൻ വേണ്ടിയിട്ട് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്. പിന്നെ അതുപോലെ എന്താണ് റെഗുലർ ഫോളോ അപ്പ്, മോണിറ്റർ ട്രീറ്റ്മെൻറ്റ് അഡ്ഹറൻസ് ആൻഡ് റെസ്പോൺസസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? റെഗുലറായിട്ട് ഫോളോ അപ്പ് ചെയ്ത് ട്രീറ്റ്മെൻറ്റ് അഡ്ഹറൻസും റെസ്പോൺസസും ഒക്കെ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കണം. ഇങ്ങനെയാണ് നമ്മുടെ ടി ബിയുടെ ഒരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ടി ബിക്ക് കൊടുക്കാനുള്ള ഡ്രഗ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു, എങ്ങനെയാണ് റെജിമെൻ പോകുന്നത്, എന്തൊക്കെയാണ് പ്രിൻസിപ്പിൾസ്, അതുപോലെ എങ്ങനെയാണ് മോണിറ്റർ ചെയ്യുന്നത്, ഇത്രയും കാര്യങ്ങളാണ് ഇപ്പം നമ്മൾ പഠിച്ചത്. അപ്പം മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻറ്റ് ടി ബിയും അതുപോലെ തന്നെ ഏതാണ് ഈ നമ്മുടെ പൾമണറി ടി ബിയും രണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ്, ഏതൊക്കെ ഡ്രഗ്സാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിച്ചു വെക്കുക. അപ്പം ഇത്രയാണ് നമുക്ക് മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻറ്റ് ടി ബിയിൽ പഠിക്കാനുള്ളത്. താങ്ക് യു.